ചേച്ചി, രമേശ് ചേട്ടനും ചേച്ചിയും വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ശ്രേയുടെ ചതിയെപ്പറ്റി ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സത്യ, എന്നൊന്ന് മനസ്സിലാക്ക് ചേച്ചി. എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. നിന്റെ കള്ളക്കഥ ഞാൻ വിശ്വസിക്കണോ? പോ നോക്കടി. കള്ളക്കഥയല്ല ചേച്ചി, സത്യമാ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. വാതില് തുറക്ക്, ഞാൻ എല്ലാം പറയാം. നീ ഒന്നും പറയണ്ട, കേട്ടതൊക്കെ മതി. നീ ഒരു പാവമാണെന്ന് വിചാരിച്ച് നടന്നതാ ഞാൻ. പക്ഷെ അതെല്ലാം നിന്റെ അഭിനയമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്റെ അച്ഛനെയും ആകാശനെയും പറ്റിച്ച് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന പോലെ എന്നെ കയ്യിലെടുത്ത് വെക്കാമെന്ന് നീ വിചാരിക്കണ്ട. അശ്വ ചേച്ചി ഇല്ലാത്ത വീട്ടിൽ കഴിയുന്നത് ജീവൻ പോകുന്ന പോലെയാ. മതി നിന്റെ വാചകോടി. നീ ഉള്ളിൽ എത്രയോ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല ചേച്ചി, ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. പ്ലീസ് വാതിലൊന്ന് തുറക്ക്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ ചേച്ചി. നമ്മുടെ വീടോ? അതെ, നിന്റെ വീടാ. ആ ഒരു അഹങ്കാരത്തിലല്ലേ നീ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ. ഇനി നീ ആഗ്രഹിക്കുന്ന പോലെ അവിടെ ജീവിച്ചോ. നീയുള്ള ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. അങ്ങനെയൊന്നും പറയല്ല ചേച്ചി. വാതിലൊന്ന് തുറക്ക് ചേച്ചി പ്ലീസ്. നീ പോന്നുണ്ടോ ഇല്ലയോ? എടി, നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കും. ചേച്ചി, നിന്റെ ശല്യം സഹിക്കാതാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇവിടെ സ്വസ്ഥത തരില്ല നീ. എന്റെ ശവം കാണാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നേ? അശ്വതി, നീ അതിരുവിടുന്നു. ചാരു നിന്റെ സ്വസ്ഥത കളയാൻ വന്നതല്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാ. വല്യച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു കൂട്ടുകുടുംബമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാ. അമൃതേ, നീ ഇവക്ക് സപ്പോർട്ടുമായി വരണ്ട. നിന്നേക്കാൾ കൂടുതൽ ഞാൻ ഇവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അതിനുള്ളത് എനിക്ക് കിട്ടി. ദേ, നിനക്കും കിട്ടും, കാത്തിരുന്നു. ചേച്ചി വാതിൽ തുറക്ക്. നീ പറഞ്ഞാ കേൾക്കില്ലല്ലേ? ഞാൻ പറഞ്ഞത് ചെയ്യും. അതിന് കാരണക്കാരി നീ ആയിരിക്കും. ചാരു, നീ എന്തൊക്കെ പറഞ്ഞാലും അശ്വതി വാതിൽ തുറക്കില്ല. വാ പോവാം. ചേച്ചി, ചേച്ചി ഒന്ന് വാതിൽ തുറക്ക് ചേച്ചി. അമൃത പറഞ്ഞില്ലേ നിന്നോട്? ചേച്ചി, ഇനി നിനക്ക് വേണ്ടി ഈ വീടിന്റെ വാതിൽ തുറക്കില്ല. എന്റെ മനസ്സും തുറക്കില്ല. ഇറങ്ങിക്കോ. അശ്വതി, ഒരു കാലത്ത് നിനക്കിതോർത്ത് കുറ്റബോധം തോന്നും. അന്ന് ചാരുവിനോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. ചാരു, നീ വന്നേ. ചേച്ചി വരാൻ. ചേച്ചി, ചേച്ചി പ്ലീസ്. ചേച്ചി വാതിൽ തുറക്ക്. ചേച്ചി വീട്ടിലേക്ക് വാ ചേച്ചി. ചേച്ചി, ചേച്ചി. കൗതി, ഇരുട്ടത്തിരുന്ന് എന്താ ആലോചിക്കായിരുന്നു? ചേച്ചിയെ കണ്ടിട്ട് നിന്നോട് വിളിക്കാൻ പറഞ്ഞിട്ട് നീ വിളിച്ചതുമില്ല. നിന്നെ വിളിക്കാന്ന് വിചാരിച്ചാ ഓഫീസിൽ ബിസിയായിരുന്നു, വർക്ക് ലോഡ്. എന്നാലും ഞാൻ ഓർത്തു അശ്വതി ചേച്ചിയുടെ കാര്യം. എന്താ കൗതി, അശ്വതി ചേച്ചിയെ വിളിച്ചോണ്ട് വരായിരുന്നേ? കൗതി, എന്താ കൗതി? ഞാനിവിടെ പോവാൻ പാടില്ലായിരുന്നു ചേട്ടാ. എടുത്തു ചാടിയെടുത്ത തീരുമാനമായി പോയി. അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടായേ? അതാ ഞാൻ ചോദിച്ചേ. എന്നെ കാണാൻ പോലും അശ്വസിച്ച് സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. അശ്വ ചേച്ചിയുടെ മനസ്സെന്താർന്നില്ല. വീടിന്റെ വാതിലും ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശ്രേയ വിശ്വസിച്ച് എന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും വേണ്ടെന്ന് വെച്ചു എന്നെ ഇറക്കി വിട്ടു.
ഞാൻ എന്ത് ചെയ്തിട്ടാ അപ്പുച്ചേട്ടാ